പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ജഡ്പഡ് ഓർ നഡ്കഡ് എന്ന ഈ കഹാനി രമേശ് ഉപാധ്യായ എഴുതിയിട്ടുള്ള ഈ കഹാനി നമ്മൾ എടുത്തതാണ്. 3 പാർട്ടായിട്ട് വിശദമായിട്ട് എടുത്തതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സാരാംശം ഒന്ന് നോക്കാം. ഈ കഥയുടെ സാരാംശം. ഈ കഥ എന്താണ്, കഹാനി എന്താണ് എന്ന് മലയാളത്തിൽ മാത്രം പറയുന്നതാണ് ഈ വീഡിയോ. ഈ കഹാനി മലയാളത്തിൽ പറയുന്നു. ഓക്കെ. ജഡ്പഡ് നഡ്കഡ് എന്ന പേരായിട്ടുള്ള 2 കുട്ടികളുണ്ടായിരുന്നു. അവര് ചേട്ടാനുജന്മാരാണ്. 2 പേരും ഒന്നിച്ചാണ് സ്കൂളിൽ പോയിരുന്നത്. 2 കുട്ടികളും തമ്മിൽ 2 വയസ്സിന്റെ വ്യത്യാസമാണ് ഉണ്ടായിരുന്നത്. ജഡ്പഡ് 5ാം ക്ലാസ്സിലും നഡ്കഡ് 3ാം ക്ലാസ്സിലുമാണ് പഠിച്ചിരുന്നത്. ഗർസെ ദോനോ ബൈ സാത്ത് സാത്ത്. വീട്ടിൽ നിന്നും 2 കുട്ടികളും ഒന്നിച്ചാണ് സ്കൂളിലേക്ക് പോയിരുന്നതും വന്നിരുന്നതും. അവരൊരു ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത്. ആ ഗ്രാമത്തിൽ സ്കൂൾ ഉണ്ടായിരുന്നില്ല. സ്കൂൾ ദൂരെയുള്ള ഒരു ഗ്രാമത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവരവിടെ പോയി നടന്നു പോയിട്ടാണ് പഠിച്ചിരുന്നത്. നടന്നു പോവുകയും നടന്നു വരികയും ചെയ്തിരുന്നു. പോകുന്ന സമയത്ത് വഴിയിൽ അവർക്ക് പല കാര്യങ്ങളും കാണാൻ കഴിഞ്ഞിരുന്നു. പോക്കർ, ബർഗത്, ഗേത്ത്, കുളം, അതുപോലെ തന്നെ ആൽമരം, വയല്, തോട്ടം, തോട്, നദി, ഇതൊക്കെ അവർ പോകുന്ന വഴിയിൽ കാണുന്നതാണ്. തിരിച്ചു വരുന്ന സമയത്തും ആ കാര്യങ്ങൾ തന്നെ അവർ കാണുമായിരുന്നു. ജഡ്പഡ് സ്പീഡിലാണ് നടന്നിരുന്നത്, നഡ്കഡ് പതുക്കെ. ജഡ്പഡ് ബർഗത് വരെ എത്തുമ്പോഴത്തേക്കും നഡ്കഡ് പോക്കർ വരെ എത്തിയിട്ടുണ്ടാവുകയുള്ളൂ. ജഡ്പഡ് ബാഗ് വരെ എത്തുന്ന സമയത്ത് നഡ്കഡ് ഗേത്ത് വരെയാണ് എത്തിയിട്ടുണ്ടാവുക. ജഡ്പഡ് നദി വരെ എത്തുന്ന സമയത്ത് നഡ്കഡ് 4 വരെയാണ് എത്തിയിട്ടുണ്ടാവുക. മാം കി ഹിദായത്ത്, അമ്മയുടെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. ജഡ്പഡ് കോ ചോട്ടെ ഭായ് കാ ധ്യാൻ രഖ്ന. ജഡ്പഡിനോട് ചെറിയ സഹോദരനെ ശ്രദ്ധിക്കണം, അവനെ എപ്പോഴും കൂടെ തന്നെ നിർത്തണം എന്നതായിരുന്നു അമ്മയുടെ ഹിദായത്ത്, നിർദ്ദേശം. ഇതുകൊണ്ട് തന്നെ ജഡ്പഡിന് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് പീച്ചെ മുടുക്കർ, പിന്നോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നു. മുന്നോട്ടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അവന് പിന്നോട്ടേക്ക് ഇങ്ങനെ അനുജൻ എവിടെയെന്ന് അവനെ തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വന്നു. നഡ്കഡ് കോ പുക്കാർക്ക ജൽദി ചലനെ കെ ലിയെ കഹന പड़ता. അവനെ നഡ്കഡിനെ വിളിച്ചുങ്ങാണ്ട് വേഗം നടക്കാൻ വേണ്ടി പറയേണ്ടി വന്നു. അവൻ പതുക്കെയാണ് നടക്കുക. അതുകൊണ്ട് തന്നെ പോകുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കണം, അവനോട് വേഗം നടക്ക് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ബാർ ലുക്കർ നഡ്കഡ് കാ ഇന്തസാർ. ഇടയ്ക്കിടയ്ക്ക് നിന്നിട്ട് ഈ നഡ്കഡിനെ എങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കേണ്ടതായിട്ട് അവന് വന്നു. അങ്ങനെ അവന് നിൽക്കേണ്ടി വന്നു ഇടയ്ക്കിടയ്ക്ക്. അവൻ പതുക്കെ, അതുകൊണ്ട് തന്നെ അവനെ പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവനെ തിരിഞ്ഞു നോക്കി അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു അവന്. ചില സമയങ്ങളിൽ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നേരം വൈകുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? അനുജന്റെ കൈ പിടിച്ചിട്ട് കൂടെ ഓടിക്കുമായിരുന്നു. ദേക്ക് നടുക്കെടുക്ക ഹാത്ത് പടുക്ക അപ്പനെ സാത്ത്, നടുക്കടിന്റെ കൈ പിടിച്ചിട്ട് തന്റെ കൂടെ 2 പേരും കൂടെ ഒന്നിച്ചോടും. ജഡ്പഡ് പരേശാൻ ഹോ ജാത്ത. ജഡ്പഡ് ആകെ വിഷമത്തിലായിട്ട് വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് പരാതി പറയും. അപ്പൊ അമ്മ പറയുന്നതാണ്, അവൻ ചെറിയ കുട്ടിയല്ലേ, ചോട്ടാ ഹേന. അമ്മ ചിരിച്ചുകൊണ്ടാണ് പറയാ അമ്മ, അവൻ ചെറിയ കുട്ടിയല്ലേ, അവനെ ചെറിയ കുട്ടികളെ ശ്രദ്ധിക്കേണ്ടത് മുതിർന്നവരുടെ ഉത്തരവാദിത്തമാണ് എന്ന് അമ്മ പറയും. അതുകൊണ്ട് തന്നെ ജഡ്പഡിന് മറ്റൊന്നും പറയാനുണ്ടാവില്ല. ചെറിയ കുട്ടിയെ ശ്രദ്ധിക്കേണ്ട കടമ അവനുള്ളതാണല്ലോ. അതുകൊണ്ട് ലേക്കിൻ ലഗാതെ നഡ്കഡ് കുച്ച് ജ്യാദാ ഹി. പക്ഷേ ഈ നഡ്കഡ് വികൃതിയാണ് എങ്കിലും കുറച്ച് കൂടുതൽ അവൻ വികൃതിയാണ്. രാസ്ത ചലത്തെ രോക്കർ. നടന്നു പോകുന്ന സമയത്ത് അവൻ കുളത്തിലേക്ക് നോക്കുക, കുളത്തിലുള്ള മീനുകളെ നോക്കുക, താറാവുകളെ നോക്കുക, അതൊക്കെയാണ് അവന്റെ ജോലി. പിന്നെ പോരാത്തതിന് ബർഗത് മരത്തിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാല് ആൽമരത്തിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ആൽമരത്തിന്റെ വേര് പിടിച്ചിട്ട് ആടി കളിക്കുക. ഗേത്ത്, വയലിലേക്ക് പോയിട്ട് അവിടെ എന്തെങ്കിലും ഭക്ഷണയോഗ്യമായിട്ടുള്ള ഭക്ഷിക്കാൻ പറ്റുന്ന സാധനമുണ്ടോ എന്ന് തിരയുക. ആ തോട്ടത്തിൽ പോയിട്ട് മാങ്ങയും പേരക്കയും ഒക്കെ പറിക്കുക. തോട്ടിലൂടെ നടക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുക.
ഇതൊക്കെയായിരുന്നു അവന്റെ ജോലി. പാർ കർണേ ഗേൽ ഗേൽനെ ലഗാ നദി കെ പുൽക്ക ജൽദി സെ പാർ കർണേ വജായ്. നദിയിലെ പാലം പെട്ടെന്ന് തന്നെ കടന്നു പോകുന്നതിന് പകരം അവൻ എന്ത് ചെയ്യും? അവിടെ നിന്നിട്ട് ആ കൈവരിയിൽ നിന്നിട്ട് നദിയിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കും. നദിയിലേക്ക് ഇങ്ങനെ അവിടെ നിന്നങ്ങാണ്ട് താഴോട്ട് നദിയിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. അപകടകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കുട്ടി ചെയ്യുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ തല കറങ്ങി വെള്ളത്തിലേക്ക് വീണു പോകാനൊക്കെ സാധ്യത ഉണ്ട് അല്ലേ? അങ്ങനെയൊക്കെയാണ് ഈ കുട്ടിയുടെ സ്വഭാവം. വളരെ വികൃതിയാണ് നടുക്കട്. एक दिन तो നടുക്കട് ने हद ही कर दी. दोनों भाई स्कूल से लौट रहे थे. ഒരു ദിവസം നടുക്കട് അവന്റെ അതിര് ലംഘിച്ചു. അതായത് അവന്റെ വികൃതിയാണ്, പൊതുവേ വികൃതിയാണെങ്കിലും ആ വികൃതിയുടെ അതിര് ലംഘിച്ചു അവൻ എന്താണ് ചെയ്തത്? രണ്ട് കുട്ടികൾ സ്കൂളിൽ നിന്ന് തിരിച്ചു വരികയായിരുന്നു. നദീ കാ പുൽ ആയ, നദി പാലത്തിന്റെ അടുത്തെത്തി. നദിയിലെ പാലത്തിന്റെ അടുത്ത് എത്തിയ സമയത്ത് ഈ നടുക്കട് പാലത്തിൽ കയറുന്നതിന് പകരം എന്തു ചെയ്തു? അവിടെ ഉണ്ടായിരുന്ന നദീ കിനാരെ ജാ പഹുഞ്ചെ, നദീ തീരത്തെത്തി. ബസ്തേമേ, എന്നിട്ട് അവൻ നേരത്തെ ബാഗില് കരുതി വെച്ചിരുന്ന കടലാസ് തോണി, അവൻ നേരത്തെ ബാഗിൽ കടലാസ് തോണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ കടലാസ് തോണി എടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് വെള്ളത്തിലേക്ക് ഇങ്ങനെ വെക്കാൻ തുടങ്ങി. എന്നിട്ട് ആ സമയത്ത് അവൻ വെച്ചിട്ടുള്ള കടലാസ് തോണി ഒഴുകി വെള്ളത്തിലൂടെ അങ്ങനെ ഒഴുകിപ്പോയി. അപ്പോൾ നടുക്കട് ഖുഷ് ഹോക്കർ താലി, ഇത് കണ്ട നടുക്കട് എന്ത് ചെയ്തു? വളരെയധികം സന്തോഷമായിട്ട് അവൻ കൈയടിച്ചു. താലി ബജാൻ ലഗ, അങ്ങനെ കൈയടിക്കാൻ തുടങ്ങി. ഉദർ പുൽ പർ പहुंच चुके ജഡ്ബഡിനെ പീछे മുड़कर देखा. അങ്ങനെ അവിടെ പാലത്തിന്റെ മുകളിൽ എത്തിയിട്ടുണ്ടായ ജഡ്ബഡ് പാലത്തിന്റെ മുകളിൽ എത്തിയിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ നടുക്കടിനെ കാണാനില്ല. അവൻ ആകെ വിഷമിച്ചു. അവൻ എവിടെ പോയി? അപ്പോഴാണ് ഈ കൈയടിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. അത് കേട്ടിട്ട് അവൻ താഴേക്ക് നോക്കി. അപ്പൊ നടുക്കട് താഴെ നദിയുടെ അരികിലായിട്ട് നിൽക്കുന്നു. ജഡ്ബഡിന് ദേഷ്യം വന്നു. ദേഷ്യം വന്നു. അവൻ ഉച്ചത്തിൽ വിളിച്ചു, അരേ ചോട്ടെ തും കഹാ നീച്ചെ ക്യാ കർ രഹേ ഹോ. അരേ ചോട്ടെ, നീ അവിടെ താഴെ എന്ത് ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ട് ഉച്ചത്തിൽ വിളിച്ചു. നടുക്കട് പെട്ടെന്ന്, അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. അവൻ മുകളിലേക്ക് നോക്കിയപ്പോൾ താഴെ അവൻ നദിയുടെ അടുത്താണല്ലോ, അവിടെ നിന്ന് മുകളിലേക്ക് നോക്കിയ സമയത്ത് ഊപ്പർ ദേക്ക നദിക്ക് കിനാര രേഖാപ്പന വസ്ത്, എന്നിട്ട് നോക്കിയിട്ട് അവൻ വേഗം അവന്റെ ബാഗ് അവിടെ താഴെ അവൻ നദീ തീരത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ വിളിച്ചപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി. അപ്പൊ ചേട്ടനെ കണ്ടു. അപ്പൊ അവൻ ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട്, നദീ തീരത്ത് വെച്ച ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട് കുനിഞ്ഞു. അചാനക് ഉസ്കാ പാവ്, പെട്ടെന്ന് അവന്റെ കാല് വഴുതിയിട്ട് അവൻ വെള്ളത്തിലേക്ക് വീണു. വെള്ളത്തിന്റെ ഒഴുക്ക് ശക്തമായിരുന്നു. നടുക്കടിന് നീന്താൻ അറിയുമായിരുന്നില്ല. അവൻ ചെറിയ കുട്ടിയുമാണല്ലോ. അവൻ എന്തായി? മുങ്ങി പൊങ്ങി ഇങ്ങനെ ദൂരേക്ക് ഒഴുകി പോവാൻ തുടങ്ങി. ജഡ്ബഡിന് നീന്താൻ അറിയുമായിരുന്നു. അവൻ പെട്ടെന്ന് തന്നെ ബാഗ് അവിടെ വെച്ചിട്ട് പുൽക്കി മുണ്ടേർപ്പർ രക, ആ പാലത്തിന്റെ കൈവരിയിൽ വെച്ചിട്ട് അവൻ എന്ത് ചെയ്തു? നദിയിലേക്ക് എടുത്തു ചാടി. തോടി ദൂർ തരത്തേക്ക് ബാധിക്കുക, കുറച്ചു ദൂരം നീന്തി ചെന്നതിന് ശേഷം നടുക്കടിനെ പിടിച്ചു തീരത്തേക്ക് അവൻ കൊണ്ടുവന്നു. ജഡ്ബഡിന് ആകെ ദേഷ്യം വന്നു നടുക്കടിനോട്. നടുക്കടിനെ രണ്ട് നല്ല അടി കൊടുക്കാനുള്ള ദേഷ്യം അവന് വന്നു. പക്ഷേ നടുക്കടിന്റെ ആ ഭയം നിറഞ്ഞിട്ടുള്ള മുഖം കണ്ടപ്പോൾ അവനോട് സ്നേഹം തോന്നി. ഉസ്നെ നടുക്കട് കാ ഹാത്ത് പക്കടെ ഉസ്കാ ബസ്ത ഉടായ ഓർ, അവൻ നടുക്കടിന്റെ കൈ പിടിച്ചുകൊണ്ട് തന്നെ അവന്റെ ബാഗ് എടുത്തു. എന്നിട്ട് പുൽ തക്ക് പहुंचने वाली ചാടെ, പാലത്തിലേക്ക് അവൻ കയറാൻ തുടങ്ങി. പുൽ പർ പഹുഞ്ച ഹീദാ കി നടുക്കട് അചാനക് ഗലാ ഫട്കർ, പാലത്തിൽ എത്തിയ ഉടനെ തന്നെ ഈ നടുക്കട് തൊണ്ട പൊട്ടുന്ന രീതിയിൽ കരയാൻ തുടങ്ങി. ജഡ്ബഡ് പെട്ടെന്ന് അവൻ കരഞ്ഞു. ജഡ്ബഡ് വിചാരിച്ചു എന്തിനാണ് ഇവൻ കരയുന്നതെന്ന് കരുതിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ജഡ്ബഡ് ചോദിക്കാണ്, അബ് തോ തും കഹ് ജാനേ സെ ബച്ച്, ഞാൻ ഇപ്പോൾ നീ ഒഴുകി പോകുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തിയതല്ലേ, പിന്നെ നീ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോ നടുക്കടിനെ രോത്തെ കഹ, നടുക്കട് കരഞ്ഞുകൊണ്ട് പറയുന്നു, തും ഘർ ജാക്കർ മാംസേ മേരി ശിക്കായത്ത് കരോगे, നീ വീട്ടിൽ പോയാൽ അമ്മയോട് എന്നെ പരാതി പറയും, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത കാര്യം നീ അമ്മയോട് പറയും എന്ന് പറയാണ്. അഗർന കരുതോ, പക്ഷെ അങ്ങനെ ചെയ്തില്ലെങ്കിലോ? അപ്പൊ നടുക്കടിനെ നടുക്കട് അപ്പൊ കരച്ചിൽ നിർത്തി. എന്നിട്ട് പറയുന്നു, മുജിയെ കാഗസ് കി നാവ് ബനാന നഹീ ആതാ, എനിക്ക് കടലാസ് തോണി ഉണ്ടാക്കാൻ അറിയില്ല, അത് നീ എന്നെ പഠിപ്പിക്കുമോ എന്ന് ചേട്ടൻ ചോദിക്കുകയാണ്. നടുക്കട് സന്തോഷത്തോടെ പറയുന്നു, പിന്നല്ലാതെ അതിനെന്താണ്, പർ മുജെ തരണ നഹീ ആതാ. അപ്പൊ പറയുന്നു, എനിക്ക് നീന്താനും അറിയില്ല, അത് നീ എന്നെ പഠിപ്പിക്കുമോ എന്ന് ചോദിക്കുകയാണ്.
അപ്പൊ ജഡ്ഭട് നഡ്കട് പറഞ്ഞ അതേ രീതിയിൽ അവൻ അനുകരിച്ചുകൊണ്ട് പറയുന്നു. എന്താണ് പറയുന്നത്? അതിന് പിന്നെ എന്താണ്, പഠിപ്പിച്ചു തരാലോ, അതിന് പിന്നെ എന്താണ് എന്ന് പറയുന്നു. അങ്ങനെ രണ്ടുപേരും ആ തമാശയിൽ രണ്ടുപേരും ചിരിക്കുന്നു. ബാഗ് എടുത്തിട്ട് അവര് പാലത്തിന്റെ മുണ്ടേർക്കി और आपस बस्ता उड़ाया एकदम चिंतु होकर बोला. ആ രണ്ടുപേരും ചിരിക്കുന്നു. लेकिन जटपट ने नटखट का बस्ता उसे पकड़कर बोल कि मुंडेर पर उसे अपना बस्ता उड़ाया. ജഡ്ഭട് നഡ്കഡിന്റെ ബാഗ് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് നഡ്കഡിന്റെ ബാഗ് അവന്റെ കൈ കൊടുത്തു. എന്നിട്ട് ജഡ്ഭട് സ്വന്തം ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട് ആ പാലത്തിന്റെ കൈവരിയിൽ വെച്ചിട്ടുള്ള ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട് അവൻ പോയി. തോ ഏകദം ചിന്തിത് ഹോക്കർ പോലെ പെട്ടെന്നാണ് അവന് ഓർമ്മ വന്നത്. എന്നിട്ട് അവൻ ചോദിക്കുകയാണ്, അരേ ചോട്ടോ ഹം ദോനോ കെ കപ്പടെ ഗീബ് ഗയേ ഹേ. അല്ല ചോട്ടോ, നമ്മുടെ രണ്ടുപേരുടെയും എന്താണ് വസ്ത്രം, ദോനോ കെ കപ്പടെ, നമ്മുടെ രണ്ടുപേരുടെയും വസ്ത്രം നനഞ്ഞിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് അമ്മ ചോദിച്ചാലോ, എന്താണ് പറ്റിയത് എന്ന് അമ്മ ചോദിച്ചാലോ നമ്മൾ എന്ത് പറയും എന്ന് ചോദിക്കുകയാണ്. ബെഡേ അബ്, അത് ശരിയാണല്ലോ, അപ്പോൾ എന്താണ് ഇപ്പൊ ചെയ്യാ? നടുക്കട് ചിന്തിക്കാണ്. അപ്പൊ നടുക്കടിന് പെട്ടെന്ന് ഒരു ഉപായം കിട്ടി. അവൻ എന്താ പറയുന്നത്? നമുക്ക് ഓടാം, ഓടിയാൽ വസ്ത്രം താനെ ഉണങ്ങിക്കോളും. അത് സ്വയം വസ്ത്രം അങ്ങനെ നമ്മൾ ഓടുന്ന സമയത്ത് കാറ്റ് തട്ടിയിട്ട് സ്വയം ഉണങ്ങൂലേ? അപ്പൊ ഓടുന്ന സമയത്ത് വസ്ത്രം സ്വയം ഉണങ്ങിക്കോളും, നമുക്ക് ഓടാം എന്ന് പറയാണ്. അപ്പോ ജഡ്ബഡ് എന്ത് ചെയ്തു? അപ്പന ബസ്ത പീഠ പർ ടാങ്കത്തെ ഹുയ കഹാ. അത് ശരിയാണ് എന്ന് ജഡ്ബഡ് തന്റെ ബാഗ് പുറത്ത് തൂക്കിക്കൊണ്ട് പറയാണ്. നടുക്കടിനെ ബി അപ്പന ബസ്ത പീഠ പർ ടാങ്ക് ദിയ. നടുക്കടും തന്റെ ബാഗ് പുറത്ത് തൂക്കിയിട്ടു. എന്നിട്ട് രണ്ടുപേരും എന്ത് ചെയ്യാൻ തുടങ്ങി? 1 2 3 എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഓട്ടം ആരംഭിച്ചു. ഒന്നിച്ചോടാൻ തുടങ്ങി. രണ്ടുപേരും കൈ പിടിച്ച് ഓടാൻ തുടങ്ങി. സർദിയ അബി ശുരു നഹി ദി ഹുയി ദി മൗസം സാഫ് ദി. ആ കാലാവസ്ഥ കുറച്ച് നല്ല ഒരു എന്താണ് വ്യക്തമായ തെളിഞ്ഞ ഒരു സമയമായിരുന്നു, ഒരു കാലാവസ്ഥയായിരുന്നു. ചടുക്കിലി ഇതും നെങ്കിലി ഹൊയ്യതി. ചെറിയ നേരിയ വെയിലൊക്കെ ഉണ്ടായിരുന്നു. രണ്ട് സഹോദരന്മാരും ദൗടനെ രണ്ടുപേരും ഓടാൻ തുടങ്ങി. അവർ കഴിഞ്ഞു, ബാഗ് കഴിഞ്ഞു, ഗിയത്ത് കഴിഞ്ഞു, ബർഗദിന്റെ പീച്ചേഹിരിയ, ബർഗതും കഴിഞ്ഞു. ബർഗദിനെ പിന്നിലാക്കി എന്നാണ് പറഞ്ഞത്. ബർഗതും കഴിഞ്ഞു. ലേക്കിൻ പോക്കർ താഗ് പਹੁঁचते. പക്ഷേ രണ്ടുപേരും പോക്കർ വരെ എത്തിയപ്പോഴത്തേക്കും, താലാബ് വരെ എത്തിയപ്പോഴത്തേക്കും ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവരൊരു കാര്യം ശ്രദ്ധിച്ചത്. എന്താണ്? അവരുടെ വസ്ത്രം ഉണങ്ങിയിരിക്കുന്നു. ജഡ്ബഡ് ചിരിച്ചുകൊണ്ട് കിതച്ചുകൊണ്ട് പറയാണ്. അവർ ഓടിയതാണല്ലോ, ഓടി ക്ഷീണിച്ച് കിതച്ചിട്ടുണ്ട്. കിതച്ചുകൊണ്ട് പറയാണ്, നമ്മുടെ വസ്ത്രം ഉണങ്ങിയിട്ടുണ്ട് എന്ന് ജഡ്ബഡ് പറയാണ്. ബെഡേ വാക്കയി കപടെ സുഖ. അതേ ചേട്ടാ, നമ്മുടെ വസ്ത്രം ഉണങ്ങിയിരിക്കുന്നു. നടുക്കടിനും വളരെയധികം സന്തോഷമായി. നടുക്കട് പോക്കർ കിനാരേക്ക് ചികന്നി. അപ്പോഴാണ് നടുക്കട് പോക്കറിന്റെ ആ കുളത്തിന്റെ തീരത്ത് നിന്ന് ഒരു കല്ലെടുത്തിട്ട് വെള്ളത്തിലേക്ക് എറിയുന്നു. നടുക്കർ ഉസേ ഉടായ ഓർത്തെ. അത് കണ്ടിട്ട് നടുക്കടാണ് എറിഞ്ഞത്. അത് കണ്ടിട്ട് ആരും അതുപോലെ ചെയ്യുന്നു. ജഡ്ബഡും അതുപോലെ ഒരു കല്ലെടുത്തിട്ട് വെള്ളത്തിലേക്ക് എറിയുന്നു. പക്ഷേ നടുക്കട് എറിഞ്ഞത് പോലെ അത് വരുന്നില്ല. ജഡ്ബഡിന് നടുക്കടിനെ പോലെ കല്ല് എറിയാൻ അറിയില്ല. അപ്പോ അനുജനായിട്ടുള്ള നടുക്കട് ചോദിക്കുകയാണ്, അല്ല ചേട്ടാ, നിനക്ക് ഗിട്ടി കല്ല് എറിയാനും അറിയില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇവിടെ നമുക്ക് ഗിട്ടി പുരാന നെഹി ആത്താ ചോട്ടെ ഹം സിഖാ സക്തെ. ചോട്ടെ, എനിക്കറിയില്ല, നീ എന്നെ പഠിപ്പിക്കുമോ എന്ന് ചോദിക്കുകയാണ് ചേട്ടൻ. ക്യോ നഹി അബിയിലോ, പിന്നല്ലാതെ, ഇപ്പൊ തന്നെ പിടിച്ചോ, അപ്പൊ തന്നെ ഞാൻ പഠിപ്പിച്ചു തരാം എന്ന് പറയാണ്. നടുക്കടിനെ ധ്യാൻസെ നീച്ചതേക്ക് ഇറക്കി കിട്ടിയിടായി. നടുക്കട് പെട്ടെന്ന് നിന്നും താഴെ നിന്നും ഒരു കല്ലെടുത്തു. എന്നിട്ട് ജഡ്ബഡുക്കോ ദിഖാത്തെ ഹുയ കഹാ. അത് ജഡ്ബഡിനെ കാണിച്ചു കൊണ്ട് പറയാണ്, കല്ല് ഇങ്ങനെയുള്ളതായിരിക്കണം, അധികം ഭാരമുള്ളതാവരുത്, കൂർത്തതാവരുത്, നേർത്തതും മിനുസമുള്ളതുമായിരിക്കണം. എന്നിട്ട് അതിനെ ഇങ്ങനെയാണ് എറിയേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവന് കാണിച്ചു കൊടുക്കുകയാണ്. ലേക്കിൻ അബദ്ധക്ക് ജഡ്ബെടുക്കാതെ. പക്ഷെ അപ്പോഴേക്കും ജഡ്ബഡിന്റെ ശ്രദ്ധ മാറിയിരുന്നു. അവൻ കുളത്തിലെ വെള്ളത്തിലൂടെ നീന്തിക്കളിക്കുന്ന താറാവുകളെ നോക്കി നിൽക്കുകയായിരുന്നു. മനസ്സിലായോ? ഇത് രണ്ട് സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹമാണ് ഈ കഥയിൽ പറയുന്നത്. സഹോദര സ്നേഹം. അവർ സ്കൂളിൽ പോകുന്നതും വരുന്നതും, അവരുടെ സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴുമുള്ള വികൃതികള്, അവർ ചെയ്യുന്ന കാര്യങ്ങള്, രണ്ടുപേരും ഒന്നിച്ച് അമ്മ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മയോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഒളിച്ചു വെക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള എന്താണ് സഹോദര സ്നേഹമാണ് ഈ കഹാനിയിൽ പറയുന്നത്. ഓക്കെ.
അപ്പോൾ ഇത്രയാണ് ഈ കഥയുള്ളത്. അതിൻ്റെ സാരാംശമാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. പിന്നെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുകയും കൂടെ വേണം കേട്ടോ.